വഴി തെറ്റിന്നാ തോന്നുന്നത്. എല്ലാത്തിനും കാരണം പോപ്പട്ട് തന്നെയാണ്. അവനാണ് ഷോർട്ട് കട്ടിലൂടെ വരാന്ന് പറഞ്ഞത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഹൈവേയിൽ കാറിന് റിപ്പയർ ആക്കിയത് ഹണിയാണ്. ഇപ്പൊ തെറ്റുകാരൻ ഞാനും. കൊള്ളാം, പാവപ്പെട്ടവന്റെ തലയിലെല്ലാം കെട്ടിവെക്കാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? പശു വട്ടം ചാടിയപ്പോ വണ്ടി ഒന്ന് തിരിച്ചു. വെറുതെ സംസാരിക്കണ്ട, സമയം ഒരുപാടായി. അപകടം പിടിച്ച മൃഗങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങും. വേഗം ഇവിടെ നിന്ന് പോണം. കാറ്റാണ്, കാറ്റാണ്, വേറെ ഒന്നുമില്ല. വാ പോകാം. ഇനി എന്തായാലും പേടിക്കേണ്ട ഒരാവശ്യമില്ല. കാറ് കിട്ടിക്കഴിഞ്ഞു. അത് 4 ഹെഡ്ലൈറ്റ് ഉള്ള കാറ്. എവിടെ? അങ്ങോട്ട് നോക്ക്, ചെടികളുടെ ഇടയിൽ നിൽക്കുകയാണ്. പക്ഷെ ഹെഡ്ലൈറ്റ് കുറച്ച് ഡിമ്മാണ്. കഴുതേ, അത് കാറല്ല, കാട്ടുമൃഗങ്ങളാണ്. എന്തായാലും ഡിന്നർ അടിപൊളിയായിരിക്കും. സാർ, നമ്മളെല്ലാരും ഒരേ ഇനമാണ്. ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഡോഗി ആയതുകൊണ്ട് നിനക്ക് വല്ലാത്ത ബുദ്ധിയുണ്ടല്ലോ. സോൾദാർ കുടുങ്ങിയിരിക്കുക. അവനെ രക്ഷപ്പെടുത്തണം. വേഗം വാ. മര്യാദയ്ക്ക് മാറി നിന്നോ, അല്ലെങ്കിൽ പ്രശ്നമാകും. പ്രശ്നമാകുമെന്നോ? ഞങ്ങളുടെ പ്രശ്നമാകുമെന്നോ? നന്നായിട്ടുണ്ട്. അവരോട് വേണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വാ. അതെയോ? ഓടിക്കോ. അതവിടെ വീട് കാണുന്നു. വേഗം വാ. നമുക്ക് ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം. വേഗം വാ, മുകളിലൂടെ കയറി ചാടാം. ഇത് പണക്കാരുടെ ഫാം ഹൗസ് ആണെന്നാ തോന്നുന്നത്. മനുഷ്യൻ ഇവിടെ പാചകം ചെയ്യാൻ എണ്ണയില്ല. ഇയാളിവിടെ ഗേറ്റിൽ എണ്ണ പൂശി വെച്ചിരിക്കുക. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വേഗം കതക് തുറക്ക്. ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കഴുതേ, ഇവിടെ എങ്ങനെ ആരെങ്കിലും ഉണ്ടാവുക? അവരൊക്കെ വീടിനകത്തല്ലേ ഉണ്ടാവുക? എടാ കഴുതേ, നിനക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അവൻ ചോദിച്ചത് വീട്ടിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നാണ്. എങ്കിൽ ഉറക്കെ വിളിക്കേ. ഹലോ, എനിബഡി ഈസ് ദേർ? ഇംഗ്ലീഷ് അറിയില്ലെന്നാ തോന്നുന്നത്. മണ്ടന്മാര്. ആരെങ്കിലും അകത്ത് ഉണ്ടെങ്കിൽ തന്നെ ഇത്ര ദൂരത്തുനിന്ന് വിളിച്ചാൽ അവർക്ക് കേൾക്കുകയില്ല. കണ്ടോ ഡോർബെൽ? ഡോർബെൽ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരെങ്കിലും പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്നത് നമ്മുടെ ബന്ധുക്കളായിരിക്കില്ല. അകത്തുള്ള ആരെങ്കിലും ആയിരിക്കും പുറത്തേക്ക് വരിക. സംശയമുണ്ടോ? ഡോർബെൽ എന്തായാലും അടിപൊളി തന്നെയാ. കണ്ടോ, ഗേറ്റ് തുറന്നു കഴിഞ്ഞു. വേഗം വാ.
Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ഡോർബെൽ അടിക്ക്. തുറക്കുന്നില്ല. ഇനി വേഗം തുറക്ക് സീസ എന്ന് പറയേണ്ടി വരുമോ? ഹലോ ഹലോ, ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. എന്തായാലും കൊള്ളാം. രാത്രി മുഴുവൻ ഇവിടെ തങ്ങിയിട്ട് രാവിലെ പോകാം. എന്ത് പൊടിയായത്. ഞാൻ പോയൊന്ന് കുളിച്ചിട്ട് വന്നേക്കാം. എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു. ഞാൻ ഉറങ്ങാൻ പോവാ. വല്ലാതെ വിശക്കുന്നുണ്ട്. ഞാൻ പോയി കിച്ചൺ എന്താ ഉണ്ടെന്ന് നോക്കിട്ട് വരാം. തളർന്നു. സംശയമുണ്ടോ? അതുവരെ നടന്നു വരാൻ എനിക്ക് കഴിയുകയില്ല. ടേബിളേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. വെള്ളത്തിന് വല്ലാത്ത തണുപ്പ്. ചൂടുവെള്ളമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. വെള്ളം ചൂടാകുന്നു. ശരി, ഇനി എന്തായാലും സോപ്പ് തേക്കാം. ഇതെന്ത് ബെഡ്റൂമാ? ബെഡ് കാണാനില്ലല്ലോ. എന്തായാലും ഇനി കണ്ണടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇതെവിടുത്തെ ബെഡാണ്? ഒന്ന് താഴേക്ക് വാ. മുകളിലേക്ക് പോ. സ്വിച്ച് ബോർഡ് എവിടെയാണ്? ലൈറ്റ് ഓൺ ആയാലേ എന്തെങ്കിലും കാണാൻ കഴിയൂ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ആദ്യം പാല് കുടിക്കാം. അതിനു മുൻപ് ഗ്യാസ് ഓൺ ചെയ്യണം. അല്ല, ഗ്യാസ് എങ്ങനെ ഓൺ ആയത്? ആരോ ഓൺ ചെയ്തിട്ട് പോയിരിക്കാൻ തോന്നുന്നു. എന്തായാലും ഉടനെ ഫ്രിഡ്ജ് തുറന്ന് പാലങ്ങ് എടുത്തേക്കാം. എടാ, ഞാനടാ, ഞാൻ ബണി. കൊച്ചളിയാ, നീ എങ്ങനെ പ്രേതായി മാറിയത്? എടാ, ഞാൻ പ്രേതമൊന്നും അല്ല. പക്ഷെ ഈ വീടിനകത്ത് പ്രേതമുണ്ട്. എവിടെയാ ഭൂതം? എവിടെയാന്ന് പറയേ. ഞാൻ ഭൂതമൊന്നുമല്ല. ഞാൻ കിച്ചണിൽ വീണതാ. അങ്ങനെ ഇതൊക്കെ പറ്റിയത്. ആദ്യം പറ, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ എന്റെ വീട്ടിൽ കാര്യം? അതൊക്കെ വിട്ടേക്ക് സാറേ. ഒരു കാര്യം പറയേ, നിങ്ങളുടെ വീട്ടിൽ പ്രേതമുണ്ടോ? എന്ത് പണ്ടത്തിലായി പറയുന്നേ? അതെ, ടേബിൾ താനെ ചലിക്കുന്നുണ്ട്. അതെ, ഞാൻ ബെഡ് താഴേക്ക് വലിച്ചപ്പോ അത് മുകളിലേക്ക് പോകുന്നു. ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോ 2 കൈകൾ എന്നെ വന്ന് ആക്രമിച്ചു. 2 കൈ മാത്രമാണ് കാണാൻ കഴിയുന്നത്. കിച്ചണിൽ ബാക്കിയൊന്നും കാണാൻ കഴിയുന്നില്ല. തന്നെ ലൈറ്റ് ഓൺ ആകുന്നു, തന്നെ ഗ്യാസ് ഓൺ ആകുന്നു. ഫ്രിഡ്ജിൽ നിന്ന് പാല് പുറത്തേക്ക് വരുന്നു. ശരി ശരി, ഞാൻ എല്ലാം ഇപ്പൊ പറഞ്ഞു തരാം. ഇവിടെ ഒരു ഭൂതവും ഇല്ല. ഫാൻ ഓൺ. ടവൽ. പേടിക്കണ്ട, ഇതൊരു മോഡേൺ ഹൗസാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കമാൻഡ് പ്രകാരമാണ് നടക്കുന്നത്. അതെയോ?
വാട്ടർ. അടിപൊളി. ഇത്രയും കാശ് മുടക്കി എന്തിനാ കാട്ടിൽ വീട് നിർമ്മിച്ചത്? തനിച്ചാണോ താമസിക്കുന്നത്? അങ്ങയുടെ അടുത്ത് നിന്ന് ആർക്ക് വേണമെങ്കിലും മോഷ്ടിക്കാൻ കഴിയും. സംശയമുണ്ടോ? അവർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇതാ കണ്ടോ, അറ്റാക്ക്. മതിയാക്ക്, മതിയാക്ക്, ഞങ്ങൾ നല്ലവരാണ്. സ്റ്റോപ്പ്. കഴുതപ്പുലി ഞങ്ങളെ ഓടിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഡോണ്ട് വറി, രാവിലെ എന്റെ കാറിൽ നിങ്ങൾക്ക് സിറ്റിയിലേക്ക് പോകാം. അതും വോയിസ് കമാൻഡിലാണോ പ്രവർത്തിക്കുന്നത്? ആ, തീർച്ചയായും. എങ്കിൽ ഞങ്ങൾ തനിച്ചു പോവില്ല. അതിന് കമാൻഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് എവിടൊക്കെ പോയി ഇടിക്കുമെന്ന് ഒരു പിടിയില്ല.